ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടേ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നുള്ളത്. രാഷ്ട്രമുണ്ട് ഇവിടെ, ഒരു സംശയവും വേണ്ട. ഈ രാഷ്ട്രത്തിനൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു രാജ്യവുമല്ല ഭാരതം. ആ രാഷ്ട്രത്തിനുള്ളിൽ രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമല്ല, കക്ഷി രാഷ്ട്രീയമുണ്ട്. ആ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണെന്നേ ശശി തരൂർ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. അദ്ദേഹം 4 തവണയായിട്ട് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. 2 തവണ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ആളാണ്. അതെല്ലാം കോൺഗ്രസ് ആക്കിയത്. ഇപ്പോൾ ഈ പറയുന്ന പാർലമെൻറ്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ചെയർമാനായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ കോട്ടയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആർജിച്ചിട്ടുള്ളത്. അദ്ദേഹം മണ്ഡലത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതമായൊരു ബോഡിയിലെ അംഗവുമാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? അടുത്ത വരിയാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ളത്. സർക്കാരും പാർട്ടിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അവിടെ പോയി ചോദിക്കുന്നത് പാർട്ടിയും സർക്കാരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയേണ്ട നേതാവാണോ ശശി തരൂർ? ശശി തരൂരിന് ഉത്തരവാദിത്വമില്ലേ? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അല്ലേ? അദ്ദേഹം ആ പാർട്ടിയുടെ 4 തവണയായിട്ടുള്ള MP അല്ലേ? അപ്പോൾ ആ രീതിയിൽ തന്നെ ഡിറ്റാച്ച് ചെയ്യുന്നൊരു സമീപനം ശശി തരൂർ എടുക്കുന്നുണ്ട്.